ഈ ആഴ്ച ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടുന്ന ഒരു അമ്മയും മകനുമാണ് ഇപ്പോൾ സാക്ഷ്യം പറയുവാനായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ചേച്ചിയുടെ പേര് ഷൈബി തോമസ്, മകൻ്റെ പേര് ഇഗ്നേഷ്യസ് ഐവാൻ എന്നാണ്. മകന് വേണ്ടിയാണ് ഈ അമ്മ ഇപ്പോൾ നമുക്ക് മുമ്പിൽ സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുന്നത്. ഞങ്ങൾ നസ്രത്ത് ഹോളി ഫാമിലി ചർച്ചിൽ നിന്ന് വന്നേക്കണത് ഫോർട്ട് കൊച്ചി. ഞാൻ 2000-ലാണ് അന്ന് വാവയിരുന്നവൻ. അപ്പോൾ ഞങ്ങൾ ഇവൻ്റെ ജനനം 2000-ലായിരുന്നു. അപ്പോൾ BCG എടുക്കാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അപ്പോഴാണ് ഡോക്ടർ പറയണത് ഇവന് VSD ഉണ്ടെന്നുള്ളത്, ഹാർട്ടിന്. അപ്പോൾ ഞങ്ങൾ ഹാർട്ടിന് ഹോള് അത് പിന്നെ ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ചെക്കപ്പ് ചെയ്തപ്പോഴാണ് പറയണത് എണ്ണാൻ പറ്റാത്ത അത്രയും VSDകളാണ് ഉള്ളത്. അപ്പോൾ അത് എമർജൻസി ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് ഹോളുകളുണ്ട് എണ്ണാൻ പറ്റാത്തത്രം. അപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു എമർജൻസിയാണ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ്, അതായത് 10 ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യണമെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞായിരുന്നു മുരുങ്ങൂരൊന്ന് പ്രാർത്ഥിച്ചാൽ കുഞ്ഞിൻ്റെ മേത്ത് കത്തി വെക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ്. പക്ഷേ ഡോക്ടർ ഇങ്ങനെ നമ്മളെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്തുകൊണ്ട് ഞങ്ങൾ അന്ന് ഓപ്പറേഷൻ ചെയ്തായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നൊരു കാര്യം പറഞ്ഞായിരുന്നു, പിന്നെ വാവ നടക്കൂല, അതായത് വാവ നമ്മളെ നോക്കൂല, ചിരിക്കൂല. അതാണ് ഇവൻ്റെ അന്നത്തെ ആ പൊസിഷൻ. അപ്പോൾ നമ്മൾ വിളിച്ചാൽ നോക്കൂല, അത് എപ്പോൾ നോക്കിയാലും കരച്ചിൽ ഇറിറ്റേഷനാണ്, പാല് കുടിച്ച് ഛർദ്ദിക്കും. അപ്പോൾ ഭയങ്കര മോശം സ്റ്റേജാണ്. അപ്പോൾ ഇനിയും ഓപ്പറേഷൻ കഴിഞ്ഞാലും ജീവിതത്തിൽ ജീവിതകാലം മൊത്തം എത്ര കാലം ജീവിച്ചാലും അത്ര കാലം മരുന്നാണ് കുഞ്ഞിന് പറഞ്ഞു വെച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴത്തെ അന്നേരം അപ്പം 3 മാസമായപ്പോഴും ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ധ്യാനം കൂടാൻ വേണ്ടി വരണത്. അപ്പോൾ ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ അന്ന് ചെയ്തേക്കണം ഇത്ര ഹോളുള്ള കാരണം ബാൻഡ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പെട്ടെന്ന് അങ്ങനെ ഫുള്ള് ഹോളടക്കണമെങ്കിൽ അറ്റാക്ക് വരുമെന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇത് ബാൻഡ് മാത്രം ചെയ്തു. അങ്ങനെ ഇവിടെ വന്ന് ധ്യാനം കൂടിയ സമയത്ത് വാവ അപ്പിയൊന്നും ഇടില്ലായിരുന്നേ. ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര കരച്ചിലൊക്കെ ഇരിക്കുക സമയത്ത്. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ആദ്യത്തെ ദിവസം തന്നെ പ്രതീക്ഷിക്കാത്തതിൽ അപ്പിയിട്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ ഓർത്തായിരുന്നു, അന്ന് പറയും കുഞ്ഞിൻ്റെ വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടാകുമ്പോൾ അറിയാലോ എന്ത് വിഷമമാണെന്നുള്ളത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇത് പോയപ്പോൾ തന്നെ ഓർത്ത് രോഗസൗഖ്യം നമുക്ക് ഉണ്ടെന്നുള്ളത്. ഞങ്ങൾ അന്നേരം രോഗികളുടെ വാർഡിലാണ് കിടത്തിയിരുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഭയങ്കര പ്രാർത്ഥന, കുഞ്ഞിനെ കൊണ്ടുകൊണ്ട് പോകേണ്ട സ്റ്റേജിലേക്ക്. അങ്ങനെ ചൊവ്വാഴ്ച കുമ്പസാരം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞായിരുന്നു ഞാൻ വരും, പക്ഷേ മദ്യപാനമൊന്നും പുകവലിയൊന്നും മാറ്റില്ല, ഞാൻ വാവക്കേണ്ടി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ആ കുമ്പസാരത്തിൻ്റെ സമയത്ത് അങ്ങനെയൊരു മാനസാന്തരം ഉണ്ടായിരുന്നു. മദ്യപാനം കുമ്പസാരമൊക്കെ നടത്തിക്കഴിഞ്ഞാൽ മദ്യപാനം മാറ്റി എന്നുള്ളത് എൻ്റെ അടുത്ത് വന്നിച്ചും പറഞ്ഞു. അപ്പോൾ കുമ്പസാരം നല്ല രീതിയിൽ നടന്ന് കൗൺസിലിംഗ് ചെയ്ത ബ്രദർ പറഞ്ഞ് പനക്കലച്ചനെ കാണണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ബുധനാഴ്ച പനക്കലച്ചനെ കാണാൻ വേണ്ടി പോയി. പക്ഷെ പറഞ്ഞ് എല്ലാം കർത്താവിൻ്റെ കൈകളിലാണ്, സൗഖ്യം കൊച്ചിനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് വിട്ടത് ഞങ്ങളോട്. അങ്ങനെ വ്യാഴാഴ്ച ആരാധനയുടെ സമയത്ത് അപ്പോൾ ഈ വാവ ചിരിക്കില്ല, നേരവും ചിരിക്കില്ല. പക്ഷേ അന്ന് തുടങ്ങിയ ദിവസനെ കൊച്ചി മോഷനൊക്കെ നല്ല കറക്റ്റായിട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ആരാധനയുടെ സമയത്ത് കർത്താവ് ഹാർട്ടിന് ഹോളുള്ള ശിശുവിനെ സ്പർശിക്കുന്നു എന്ന് പറഞ്ഞ സമയത്തില്ലേ എൻ്റെ വാവ ചിരിച്ച് ഞാൻ കണ്ട ആദ്യമായിട്ട്. ഭയങ്കര ആ ചിരിക്കുന്നവരും ഒരു ഇതില്ല, നല്ല രീതിയിൽ ചിരിച്ച്. അങ്ങനെ ഞങ്ങൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ധ്യാനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയി. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിശ്വാസമായി, കാരണം പൂർണ്ണമായ രോഗസൗഖ്യം ഞാൻ കണ്ട്, കാരണം ചിരിച്ചല്ല എൻ്റെ മോൻ, കർത്താവ് സ്പർശിക്കുകയും ചെയ്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ചെക്കപ്പിന് വേണ്ടി ചെന്ന് 4 മാസം ആകുമ്പോൾ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായി. അത് കഴിഞ്ഞ് അപ്പം തന്നെ ഞങ്ങൾ ചെക്കപ്പിന് ചെന്നപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞത് ഭയങ്കരമായിട്ട് ചേഞ്ചിങ് ആയിട്ടുണ്ടല്ലോ കൊച്ച്. അപ്പോൾ അത് കാരണം നമുക്ക് 1 വർഷം വരെയൊക്കെ മെഡിസിൻ നോക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ആ സമയത്ത് അതും കഴിഞ്ഞ് ചെക്കപ്പും കഴിഞ്ഞ് വന്നു. ഞാൻ എപ്പോഴും ഈശോയ്ക്ക് കൊടുത്തത് എങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു വെച്ച് എൻ്റെ ജീവിതകാലം മൊത്തം ഞാൻ ഈശോയെ ദിവ്യബലിയിൽ സംബന്ധിക്കാതിരിക്കില്ല, ദിവസം ഞാൻ ദിവ്യബലിയിൽ സംബന്ധിക്കും. അതാണ് എനിക്ക് തരാനുള്ളത് എൻ്റെ മോന് വേണ്ടി. ഇന്നും ഞാൻ ഈശോയോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അതാണ്. അപ്പോൾ അന്ന് കൊടുത്ത വാഗ്ദാനം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോ പ്രാവശ്യം ചെക്കപ്പിന് ചെല്ലുമ്പോഴത്തേക്ക് 1 വർഷത്തിനുള്ളിൽ തന്നെ എൻ്റെ മോൻ്റെ മെഡിസിനൊക്കെ നിർത്തി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ കുഞ്ഞാൻ നടക്കാനൊന്നും പറ്റില്ല, ശ്വാസം മുട്ടായിട്ടെന്ന് പറഞ്ഞ കുഞ്ഞ് ഇപ്പം ഞങ്ങൾ അത് കഴിഞ്ഞ് മെഡിസിനൊക്കെ നിർത്തി കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റിനൊന്നും പോകേണ്ടി വന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ചെക്കപ്പിന് ഇരുന്നപ്പോൾ ഡോക്ടർ ഞാൻ അന്ന് VSD ചെയ്തതല്ലേ, അപ്പോൾ നമ്മുടെ ഹാർട്ട് വലുതാകുമ്പോൾ ഈ ബാൻഡ് ചെയ്തത് ടൈറ്റ് ആവുമെന്ന്. അപ്പോൾ ടൈറ്റ് ആകുമ്പോഴത്തേക്കും കൊച്ചിന് ബ്ലൂ കളറൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം അത് എടുത്ത് കളയണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അത് ചിലപ്പോൾ ഒത്തിരി ഇതാണ് അത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞാണ് അന്ന് സർജറിക്ക് കയറ്റി രണ്ടാമതും.
അതെടുത്ത് കളയാൻ വേണ്ടി. പക്ഷേ ഇല്ലേ എൻ്റെ മോൻ എത്ര വയസ്സിലാണ്? അത് 10 വയസ്സിൽ 10 വയസ്സിൽ. പക്ഷെ അത് എടുത്ത് കളഞ്ഞിട്ടുണ്ടല്ല, അന്ന് ഡോക്ടർ എന്നെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച് വലിയ കാണുകയാണ്, ഒരു ഹോളി പവർ ഇവനിലുണ്ട് എന്നൊക്കെ ഡോക്ടർ അന്ന് തന്നെ പറഞ്ഞിട്ട് ആ ഒരു ബാൻഡ് എടുത്ത് കളഞ്ഞ് പിന്നെ ആ നിമിഷം ഐസിയിലൊന്നും കിടത്തില്ല, ഒരു 2 മണിക്കൂറേ കൊച്ചിനെ കിടത്തിയുള്ളൂ. എന്നിട്ട് വിട്ട് കഴിഞ്ഞിട്ട് മെഡിസിൻ ഇതുവരെയായിട്ടും പിന്നെ യൂസ് ചെയ്തിട്ടില്ല. ആ മെഡിസിനൊക്കെ ഞങ്ങൾ തിരിച്ചു കൊടുക്കുകയും ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയിട്ടില്ല. അന്ന് പോകുന്നതാണ്. 16 വർഷമായി ഉണ്ടാവും അല്ലേ? ഇപ്പോൾ 26 വയസ്സായി. 26 വയസ്സിൽ യൂറോപ്പിൽ പോകാൻ വേണ്ടിയാണ് ആള് മെഡിക്കലിൽ ചെന്നപ്പോൾ പറഞ്ഞ് ബോഡി ഫിറ്റ് വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ TMT, അപ്പോൾ ഇയാൾ എടുക്കണത് 50 കിലോത്തിന് മേലുള്ള വെയിറ്റൊക്കെ എടുക്കാൻ തുടങ്ങി. ആള് ബോഡി ഫിറ്റാണെന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വന്നു. അപ്പോഴാണ് ഈശോയെ അങ്ങയുടെ നാമത്തെ ഞങ്ങൾക്ക് സ്തുതിക്കാൻ ഇപ്പോൾ ഇടവരുത്തിയത്. ശരിക്കും നന്ദി. അതായത് ഡോക്ടർ നടക്കൂലെന്ന് പറഞ്ഞ ശ്വാസം മുട്ടുകൊണ്ട് കൊച്ചു ഒരടി വെക്കൂലെന്ന് പറഞ്ഞ കൊച്ചിനെ എനിക്ക് ദൈവം കണ്ണു നിറച്ച് കാണാൻ അവസരം തന്നു. അപ്പോൾ അതിന് നന്ദിയായിട്ട് അല്ലേ, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ ഡിവൈനിൽ വീണ്ടും ധ്യാനം കൂടാനായിട്ട് ഇഗ്നേഷ്യസ് എത്തിയിരിക്കുകയാണ്. എന്തെങ്കിലും 2 വാക്ക് പറയാനുണ്ടോ? നന്ദി ദൈവത്തിന് നന്ദി. എന്തായാലും ഇപ്പോൾ ഈ ചേച്ചി നമ്മളോട് പറഞ്ഞ ഒരു 26 വർഷം മുമ്പ് 2000 ഈ മകൻ ജനിച്ചപ്പോൾ ഹാർട്ടിൽ ഹോൾ, എണ്ണാൻ പറ്റാത്തത്ര ഹോളുമായി ജനിച്ച ആ മകനാണ്. ഒരിക്കലും നോക്കില്ല, ഒരിക്കലും ചിരിക്കില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ഇഗ്നേഷ്യസ് ആണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ചിരിച്ച് ഇവിടെ നമ്മളെ നോക്കി നിൽക്കുന്നത്. ഇത് തന്നെ ഒരു വലിയൊരു സൗഖ്യമാണ്, രോഗസൗഖ്യമാണ്. ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ ഇന്നും നമ്മുടെ ഇടയിൽ നടക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന തെളിവാണ് ഇന്ന് ഇഗ്നേഷ്യസ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ 26 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ യൂറോപ്പിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് എല്ലാം പാസ്സായി ഇപ്പോൾ ദൈവത്തിന് നന്ദി പറയാനായിട്ട് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. അടയാളങ്ങളാൽ വഴി നടത്തും നാഥ, അത്ഭുതങ്ങളാൽ രോഗങ്ങൾ മാറ്റും നാഥ, ഡിവൈൻ തിരുസന്നിധിയിൽ സാക്ഷ്യമേകാൻ നിൻ കൃപ പാടുന്നു ഞങ്ങൾ സദാ. അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതാ ദൈവ കൃപയുടെ സാക്ഷ്യങ്ങൾ. അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതാ ദൈവ കൃപയുടെ സാക്ഷ്യങ്ങൾ.